2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ കുറഞ്ഞ പോളിംഗ് LDFന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കേരളത്തിൽ LDF തരംഗമായിരിക്കും. 15 മുതൽ 20 വരെ സീറ്റ് LDF വിജയിക്കും എന്നിങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ശാസ്ത്രീയമായി ഒരു അടിത്തറയുമില്ലാത്ത പ്രചരണമാണിത്. ശാസ്ത്രീയമായി മാത്രമല്ല, ചരിത്രപരമായും ഈ ഒരു വസ്തുതയ്ക്ക് ഒരു അടിത്തറയുമില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ പോളിംഗ് ശതമാനം കുറഞ്ഞോ കൂടിയോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഓർക്കേണ്ടത് 75% മുകളിൽ പോളിംഗ് ഉള്ള സമയത്തൊക്കെയും കേരളത്തിൽ UDFന്റെ തരംഗമായിരുന്നു. നേരെ മറിച്ച് 75-ൽ താഴെയുള്ള സമയത്തൊക്കെയും LDFന്റെ തരംഗമായിരുന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ചരിത്രപരമായി നോക്കുകയാണെങ്കിലും ഈ ഒരു പോളിംഗ് ശതമാനം കുറയുമ്പോൾ LDFന് അനുകൂലമാണ് എന്ന ഒരു പ്രചരണത്തിന് ഒരു അടിത്തറയുമില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലക്ക് കേരളത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2019 പോലെ UDFന്റെ ഒരു തരംഗം ഇത്തവണ ഉണ്ടാവാൻ സാധ്യതയില്ല. അത് പോളിംഗ് കുറഞ്ഞത് കൊണ്ടല്ല ഈ പറയുന്നത്. പോളിംഗ് കുറഞ്ഞതല്ല കാരണം, മറിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. ഒരു ഭരണമാറ്റം വല്ലാതെ പ്രതീക്ഷിക്കുന്ന ഒരു സമയമായിരുന്നു. രണ്ടാമത് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു, ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ മത്സരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു കോൺഗ്രസ് തരംഗമുണ്ടാകാൻ സാധ്യതയുള്ള, ജനമനസ്സിൽ വല്ലാതെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും 2019 പക്ഷേ ഇത്തവണ അത്രത്തോളം വലിയ തരംഗമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ LDFന് വലിയൊരു മുന്നേറ്റം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ട്. അത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് കൊണ്ടല്ല. വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ LDF വരും എന്ന് പറയുന്ന, അത് ചക്ക വീണു മുയൽ ചത്തു എന്നൊക്കെ പറയുന്ന പോലെയാണ്. അതിനൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല. നോക്കിയാൽ മനസ്സിലാവും. 2004 തെരഞ്ഞെടുപ്പ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. 2004 തെരഞ്ഞെടുപ്പിൽ LDF 18 സീറ്റ് നേടിയിരുന്നു. അന്നത്തെ പോളിംഗ് ശതമാനം ഏകദേശം 72%. 91 തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 73. അന്ന് UDF 16 സീറ്റ് നേടിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പോളിംഗ് ശതമാനവും സീറ്റും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും ഒരു കാരണം കൂടിയുണ്ട്. LDFന് പോളിംഗ് ശതമാനം കുറയുമ്പോൾ LDFന് മുൻതൂക്കമുണ്ടാകും എന്ന് പറയാനുള്ള ഒരു കാരണം ഇതാണ്. അതിലൊരു അടിത്തറയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാരണം ഇതാണ്, LDFന്റെ വോട്ട് ഒരിക്കലും വിഘടിച്ചു പോകില്ലെന്നും ഏത് സാഹചര്യത്തിലും LDFന്റെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തുമെന്നും UDFന്റെ വോട്ട് വിഘടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കൂടുമ്പോൾ ആ കൂടുന്ന വോട്ടുകൾ UDFൻ്റെതാണ് എന്നൊക്കെയുള്ള പ്രചരണമാണ് പറയുന്നത്. പക്ഷെ അതിലൊരു അടിത്തറയുമില്ല എന്നാണ് പറയുന്നത്. ഏതായാലും 980 മുതൽ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനവും ഓരോ പാർട്ടികളും ഓരോ മുന്നണികളും നേടിയ വോട്ടുകളും നമുക്കൊന്ന് 1980 തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 62.16 ആയിരുന്നു. അന്ന് LDF നേടിയത് 12, UDF നേടിയത് 8 സീറ്റുകൾ. ഓർമ്മിച്ച് വെക്കുക, UDF 8, LDF 12. 84 പോളിംഗ് ശതമാനം കുത്തനെ കൂടി 77.13%. അന്ന് UDF തരംഗം കേരളത്തിൽ, UDF 17, LDF 3 എങ്ങനെയായിരുന്നു. 1989 പിന്നെയും പോളിംഗ് ശതമാനം കൂടി 79.3. അന്നും UDF തരംഗം, UDF 17, LDF 3. പോളിംഗ് ശതമാനം കൂടുമ്പോൾ UDFന് വോട്ട് കൂടിയ സമയമാണ്. പക്ഷെ നോക്കൂ, 91 പോളിംഗ് ശതമാനം കുറഞ്ഞു, 73%. അന്നും UDF തരംഗം, UDF 16, LDF 4. 96 71% വീണ്ടും കുറഞ്ഞു. അന്ന് ബലാബലം LDF 10, UDF 10. ഇരു മുന്നണികളും തുല്യ ശക്തികളായി. 98 വീണ്ടും കുറഞ്ഞു. അന്നും UDF ഒരുപിടി മുന്നിൽ, UDF 11, LDF 9. നോക്കൂ നിങ്ങൾ, 99 70% പോളിംഗ്. അന്ന് UDF 11, LDF 9. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. 2004 71%. അന്ന് പോളിംഗ് ശതമാനം കൂടി. അന്ന് LDFന്റെ തരംഗം, LDF 18 സീറ്റുകൾ നേടി. UDF നേടിയത് വെറും 1 സീറ്റ് മാത്രം. പോളിംഗ് ശതമാനം കൂടിയപ്പോഴും അവിടെ LDF തരംഗമായി മാറിയിട്ടുണ്ട്.
അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രപരമായിട്ടും ഇതൊരു വസ്തുതയില്ലാത്ത കണക്കാണ്. 2009 പോളിംഗ് ശതമാനം വീണ്ടും കൂടുന്നു. അന്ന് UDFന്റെ തരംഗം, UDF 16 സീറ്റ് നേടുന്നു. കേരളത്തിൽ LDF അന്ന് 4 സീറ്റ് മാത്രം നേടുന്നു. 2014 പോളിംഗ് ശതമാനം 73.94, അന്നും UDF 12, LDF 8. ഒരു ചെറിയ മുന്നേറ്റം LDFന് ഉണ്ടാക്കാൻ സാധിച്ചു 2014. 2019 നമുക്കറിയാം, പോളിംഗ് ശതമാനം കുത്തനെ കൂടുന്നു. 77%, 78%. അന്ന് UDF ആലപ്പുഴ ഒഴികെ 19, UDF, LDF 1. 2024 നിൽക്കുമ്പോൾ 24 നിൽക്കുന്ന സമയത്ത് 72% പോളിംഗ്, കൃത്യമായി പറഞ്ഞാൽ 6% കുറഞ്ഞ പോളിംഗ് 2019 അപേക്ഷിച്ചിട്ട്. പക്ഷേ LDF എത്ര വോട്ട് നേടും, എത്ര സീറ്റ് നേടും എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഒരു 4 മുതൽ 7 വരെ സീറ്റൊക്കെ നേടാനുള്ള സാധ്യത LDFനുണ്ട്. ധാരാളം സർവേകളൊക്കെ അങ്ങനെയാണ് കൃത്യമായി പ്രവചിക്കുന്നത്. അത് പോളിംഗ് ശതമാനം കുറഞ്ഞുകൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2019 പോലുള്ള ഒരു UDF തരംഗം കേരളത്തിൽ ഇല്ല 2024 എന്നതുകൊണ്ട് മാത്രമാണ്.